മഴക്കാലത്ത് മണ്ണിര ഒന്ന് ചീർത്തെന്ന് കരുതി മൂർഖം പാമ്പിന്റെ വീട്ടിൽ പോയി പെണ്ണ് ആലോചിക്കുന്ന പരിപാടി കാണിക്കരുത്. ഡിയർ എസ് എഫ് സി കുഞ്ഞുങ്ങളോടാണ് പറയാനുള്ളത്. ആ പരിപാടി കാണിക്കരുത്. നിങ്ങൾക്ക് ആഹ്ലാദിക്കാം, അർമാദിക്കാം, തകർക്കാം, തിമിർക്കാം, അതിനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 13 വർഷമായിട്ട് നിങ്ങളുടെ അണ്ണനൊരു ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റില്ല, ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ പിടിവള്ളിയാണ് കറുപ്പ്. പിടിച്ച് കയറിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വെല്ലുവിളി നടത്താൻ നേരത്ത് തമിഴകത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ റെക്കോർഡുകളും തൻ്റെ കാൽ കീഴിൽ ഒതുക്കി വച്ചേക്കുന്ന ഒരു മുതൽ, നോൺ വിജയ് റെക്കോർഡ്സ് എന്ന ടാഗ്, പുള്ളി സിനിമയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അവിടെ തന്നെ കാണുമത്. അതൊന്നും ഒരാളും അടുത്തൊന്നും വന്ന് ബ്രേക്ക് ചെയ്യാൻ പോണില്ല. പാർട്ടി തുടങ്ങി 2 വർഷത്തിനുള്ളിൽ തമിഴകം അറിയാലോ, ദ്രാവിഡ മണ്ണാണ്. ദ്രാവിഡ രാഷ്ട്രീയം പീക്കിൽ നിൽക്കുന്ന പാർട്ടികളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് സ്റ്റാലിൻ്റെയും മകൻ്റെയും അടിയന്തരം നടത്തി. കഴിഞ്ഞ 6 ദിവസത്തിന് മേളിലായി മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന മുതലിൻ്റെ ഫാൻസിൻ്റെ അടുക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ആ മുതലിനോട് ചെന്നിട്ട് ഫാൻസ് ക്രൈസ്, ബോക്സ് ഓഫീസ്, സ്റ്റാർ പവർ, BMS ബുക്കിംഗ്, ട്രെൻഡിങ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചാൽ എന്താടേ പറയാനുള്ളത്? എൻ്റെ അൻപാന ഫാൻസെ, നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കോ. ഈ പരിപാടിയാണ് നിങ്ങളെ പണ്ട് നശിപ്പിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ആർമാദിക്കാനായിട്ടുള്ള എല്ലാവിധ അവകാശമുണ്ട്. കാര്യം പ്രദീപ് രംഗനാഥനോടുള്ള കമ്പാരിസൺ സൂര്യയായിട്ട്, ശിവകാർത്തികേയനോടുള്ള കമ്പാരിസൺ, OTT സ്റ്റാർ എന്ന് പറയുന്ന വിളി, ക്യാമിയോ സ്റ്റാർ എന്ന വിളി, ഹിറ്റില്ല എന്നുള്ള കളിയാക്കൽ, ഫീൽഡ് ഔട്ട് എന്നുള്ള കളിയാക്കൽ, ഇതെല്ലാം അതിജീവിച്ചാണ് 13 വർഷമായിട്ട് നിങ്ങളും നിങ്ങളുടെ അണ്ണനും ഫീൽഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. പക്ഷേ അൻപാന മക്കളെ, നിങ്ങൾ അജിത്ത് ഫാൻസുമായിട്ടും വിജയ് ഫാൻസുമായിട്ടും ഈ കുറുപ്പ് സിനിമയുടെ 2ാമത്തെ ദിവസത്തെ ബുക്കിംഗ് തലയ്ക്കും തളപതിക്കും സൂപ്പർ സ്റ്റാറിനും മുകളിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ വീരവാദവും ഡയലോഗടി എല്ലാം നടക്കുന്നത്. എല്ലാം നിങ്ങൾ നടത്തിക്കോ. നിങ്ങൾക്ക് അതിൻ്റെ മാത്തമാറ്റിക്സ്, കണക്ക് കൂട്ടലുകൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞുതരാം, ഒന്ന് കണ്ടു നോക്ക്. ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. സൂര്യയുടെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ആസ് എ വിജയ് ഫാൻ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാനത് ഇട്ടതാണ്. പണ്ടൊക്കെ നമ്മൾ ഫാൻ ഫൈറ്റ് കുറേ നടത്തിയിട്ടുണ്ടെങ്കിലും അങ്ങേരെ ഇഷ്ടമല്ല എന്നൊന്നുമില്ല. വിജയാണ് കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞാൽ സൂര്യനെ തന്നെയാണ് ഇഷ്ടം. അക്കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കൂടുതൽ ഇഷ്ടം വിജയ് ആയതുകൊണ്ട് വിജയനെ ഇവന്മാർ കുറ്റം പറയുമ്പോൾ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും. ഇത് തന്നെയാണ് സൂര്യ ഫാൻസും ചെയ്യുന്നത്. 2 പേർക്കും 2 പേരെ ഇഷ്ടമാടേ. അതുകൊണ്ട് തന്നെ അങ്ങേര് ഇത്രയും വർഷം താഴെ നിന്നിട്ട് മേളിലേക്ക് പൊങ്ങി വന്നത് അത് വളരെ നല്ല സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് ഓരോ വിജയ് ഫാനും ഓരോ തല ഫാനും തമിഴ്നാട്ടിലെ എല്ലാവരും വിചാരിച്ചേക്കുന്നത്. ആ ഒരു റെസ്പോൺസ് കറുപ്പെന്ന് പറഞ്ഞ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങളായിട്ട് പോയി ചൊറിഞ്ഞ് അടി മേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം 2ാമത്തെ ദിവസം കറുപ്പിൻ്റെ തിയേറ്റർ ബുക്കിംഗ് ലിയോയേക്കാളും കൂലിയേക്കാളൊക്കെ മുകളിൽ പോയി തലയെയും തളപതിയെയും സൂപ്പർ സ്റ്റാറിനെയൊക്കെ സൂര്യ വന്ന് മലത്തിയടിച്ച് മാസീവ് കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കറുപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സംഭവമുണ്ട്. പ്രീ സെയിൽസ് 0 പ്രീ സെയിൽസ് നടന്നിട്ടില്ല. അത് റിലീസ് ചെയ്യാനിരുന്ന വ്യാഴാഴ്ച എല്ലാ ഷോസും ക്യാൻസലായിപ്പോയി. തിയേറ്ററിൽ പടം ബുക്ക് ചെയ്തവർക്കൊക്കെ കാശ് തിരിച്ചു കിട്ടി. 2ാമത്തെ ദിവസം രാവിലെയാണ് എല്ലായിടത്തും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സിനിമയ്ക്ക് എല്ലാവരും പോയി കാണുന്നു, നല്ല റെസ്പോൺസ് വരുന്നു, സൂര്യയുടെ കംബാക്ക് എന്ന് പറയുന്നു, ബുക്കിംഗ് ഹെവി ആവുന്നു, എല്ലാവരും പടം ഏറ്റെടുക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ദിവസം 700K ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ മാത്രം കറുപ്പിന് വിറ്റ് പോകുന്നു. 3ാം സ്ഥാനത്തേക്ക് കറുപ്പ് എത്തുന്നു. ഏത്? ലിയോയ്ക്കും കൂലിക്കും ശേഷം 3ാം സ്ഥാനത്തേക്ക്. ലിയോ ജയിലറാണെന്ന് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, രജനി അതിൻ്റെ പടമാണ്. 3ാം സ്ഥാനത്ത് കറുപ്പെത്തുന്നു. അപ്പോൾ തലാ ഫാൻസിനെ വെല്ലുവിളിച്ച് തുടങ്ങി. തലയെ തൂക്കിയുള്ള കംബാക്കിൻ്റെ ഫസ്റ്റ് ഡേ തമിഴ്നാട് കളക്ഷൻ എത്രയാണ്? 11 കോടിയാ, 12 കോടിയാ. തലയൊക്കെ 25 കോടിക്ക് മുകളിലുണ്ടേ തമിഴ്നാട് കളക്ഷൻ ഫസ്റ്റ് ഡേ. ആ തലയടിക്ക് പോയാണ് ഈ ഡയലോഗ് അടിക്കുന്നത്, തലയെ തൂക്കിയെന്ന്. അങ്ങനെ തൂക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. നിങ്ങൾ ആകുമ്പോൾ വന്ന് കമ്പയർ ചെയ്യുക, ഡയലോഗ് അടിക്കുക. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് സൂര്യയ്ക്ക് ഒരിക്കലും നല്ലതല്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം. ഈ ബുക്കിംഗ് കറുപ്പിന് എങ്ങനെ വന്നു? 2ാമത്തെ ദിവസം തൂക്കിയടിച്ച് ഈ പറഞ്ഞ പോലെ രജനീകാന്തിനെയും വിജയനെയൊക്കെ തീർത്തില്ലേ? അതെങ്ങനെയാണെന്ന് അതിൻ്റെ മാത്തമാറ്റിക്സ് കണക്ക് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോ. ലിയോ സിനിമയ്ക്ക് 2 മില്യന് മുകളിൽ ടിക്കറ്റാണ് പ്രീ സെയിൽസ് ആയിട്ട് മാത്രം പോയത്. കൂലിക്ക് 1 മില്യന് മുകളിൽ പോയി, ജയിലറിന് 1 മില്യന് മുകളിൽ പോയി, ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് 1 മില്യന് മുകളിൽ പോയി, ഇന്ത്യൻ 2, വിടാമുയർച്ചി, GBU, അമരൻ, ഈ സിനിമകൾക്കൊക്കെ 500Kക്ക് മുകളിൽ ടിക്കറ്റ് പ്രീ സെയിൽസ് ആയിട്ട് മാത്രം പോയിട്ടുണ്ട്. പ്രീ സെയിൽസ് ആയിട്ട് കറുപ്പിന് 0 പ്രീ സെയിൽസ് ആണ് നടന്നേക്കുന്നത്. ഇനി പ്രീ സെയിൽസ് ഈ സിനിമകൾക്കൊന്നും ഇല്ലായിരുന്നു. കറുപ്പ് പോലെ റിലീസാകുന്ന ആ ദിവസം ആണ് എല്ലായിടത്തും ബുക്കിംഗ് ഓപ്പൺ ആകുന്നത്. അന്നത്തെ ദിവസമാണ് എല്ലാവരും ബുക്ക് ചെയ്തിട്ട് പോകുന്നതെങ്കിൽ ലിയോയുടെ ഫസ്റ്റ് ഡേ ബുക്കിംഗ് എത്ര വരും? ലിയോ തന്നെയാണ് ഇപ്പോഴും റെക്കോർഡ്. 700-something K ടിക്കറ്റ്സ് ആണ്. അതായത് 7 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ. 2 മില്യൺ പ്രീ സെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഈ 2 മില്യൺ ആളുകൾ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഡേ ആണ് ഇവരും കൂടി ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര പോകും? 1 മില്യന് മുകളിൽ പോകത്തില്ലേ?
ഓൾ ടൈം അല്ല, ആർക്കും തൊടാൻ പറ്റാത്ത റെക്കോർഡ് പോയി നിൽക്കത്തില്ലേ? അതാണ് ഈ സിനിമകൾക്കൊക്കെ സംഭവിച്ചേക്കുന്നത്. കറുപ്പിനെ സംബന്ധിച്ച് കറുപ്പിന് പ്രീ സെയിൽസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ബുക്ക് ചെയ്തേക്കുന്നത്, സൂര്യ ഫാൻസ് ഉൾപ്പെടെ ന്യൂട്രൽ ഓഡിയൻസ് എല്ലാവരും ബുക്ക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ദിവസമാണ്. ഈ വിജയ് രജനീകാന്തിൻ്റെയൊക്കെ സിനിമകൾ അങ്ങനെയല്ല, അജിത്തിൻ്റെ സിനിമ അങ്ങനെയല്ല. അജിത്തിൻ്റെ വിടാമുയർച്ചയ്ക്ക് 600 കെയ്ക്ക് മുകളിൽ പ്രീ സെയിൽസ് വന്നിട്ടുണ്ട്. പ്രീ സെയിൽസ്, ആ പ്രീ സെയിൽസും കൂടി ഫസ്റ്റ് ഡേ 500 കെയ്ക്ക് മുകളിൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ട് GBUവിന്. അതും കൂടി കയറി വരുമ്പോൾ 1 മില്യന് മുകളിൽ ടിക്കറ്റ് ഫസ്റ്റ് ഡേ പോകത്തില്ലേ? അപ്പോൾ എങ്ങനെ സൂര്യയ്ക്ക് അജിത്തിനെ തൂക്കാൻ പറ്റും? പ്രീ സെയിൽസ് നടക്കാത്തതുകൊണ്ടാണ് കറുപ്പിന് നല്ല റെസ്പോൺസ് വന്നുകൊണ്ട് തൂക്കാൻ പറ്റിയത്. പ്രീ സെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് സൂര്യ, സൂര്യയുടെ മോശം ടൈമൊന്നും അല്ലായിരുന്നെങ്കിൽ ഈ ഒരു ലെവൽ തൂക്കിയടി കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇനി 2ാമത്തെ ദിവസം കഴിഞ്ഞു, 3ാമത്തെ ദിവസം കഴിഞ്ഞു, കളക്ഷൻ എടുത്ത് പറയണം. കളക്ഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഗോട്ട് എന്ന് പറയുന്നത്, ഞാൻ ലിയോ എടുക്കുന്നില്ല, ലിയോ നിങ്ങൾക്ക് എല്ലാവർക്കും LCU ആണല്ലോ, ലോകേഷ് കനകരാജ് ആണല്ലോ, ലിയോ അല്ലല്ലോ, വിജയ് അല്ലല്ലോ. ഇനി ഗോട്ട് ഒരു അപരാധ പടമാണ്. അതിന് പ്രതീക്ഷയും വളരെ കുറവായിരുന്നു. തമിഴ്നാട്ടിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലൊന്നും ഒന്നുമില്ലായിരുന്നു. ആ പടത്തിന് പോലും 1 മില്യന് മുകളിൽ ടിക്കറ്റാണ് പ്രീ സെയിൽസ് നടന്നത്. ഫസ്റ്റ് ദിവസത്തെ കളക്ഷൻ 30 കോടിക്ക് മുകളിലാണ്. ഏത് ഗോട്ടിൻ്റെ കളക്ഷൻ? കറുപ്പിൻ്റെ കളക്ഷനാ റെട്രോയേക്കാളും കങ്കുവയേക്കാളും കുറവാണ് തമിഴ്നാട്ടിൽ ഡൊമസ്റ്റിക് കളക്ഷൻ, ഇന്ത്യയിലെ കളക്ഷൻ മൊത്തത്തിൽ. അപ്പം നിങ്ങൾ എടുത്ത് നോക്കുക, നിങ്ങൾ തന്നെ അതിനെ വെച്ച് ആ കണക്ക് നിങ്ങളൊന്ന് പഠിക്കുക. എങ്ങനെ ബുക്കിംഗ് ഫസ്റ്റ് ദിവസവും സെക്കൻഡ് ദിവസവും ഒക്കെ സൂര്യപ്പടത്തിന് ഇത്രയും ഹെവി ആയിട്ട് കറുപ്പിന് വന്നു, കളക്ഷൻ എന്നെ അത്രയും വന്നിട്ടുമില്ല. അതെന്തുകൊണ്ട് സംഭവിച്ചു? സൂര്യയുടെ പടത്തിന് റിലീസ് ദിവസം കിട്ടിയ ബുക്കിംഗ് മാത്രമാണെങ്കിൽ വിജയുടെയും അജിത്തിൻ്റെയും രജനീകാന്തിൻ്റെയൊക്കെ പടങ്ങൾക്ക് റിലീസിന് ഒരു 2 ആഴ്ച മുമ്പേ ബുക്കിംഗ് തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും ഫസ്റ്റ് ദിവസം അല്ല ബുക്ക് ചെയ്തത്. അങ്ങനെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ സൂര്യയ്ക്കൊന്നും അല്ല ഒരാൾക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ ഈ വിജയുടെ റെക്കോർഡ് പോയി നിന്നേനെ, സെക്കൻഡ് രജനീകാന്ത് വന്നേനെ, തേർഡ് അജിത്ത് വന്നേനെ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല തമിഴ്നാട്ടിൽ. അത് അടുത്തൊന്നും ആർക്കും മാറ്റാൻ പറ്റത്തില്ലായിരുന്നു, സൂര്യയ്ക്കാണെങ്കിലും ആർക്കാണെങ്കിലും. സോ ഇനിയുള്ള അവസരം, രജനീകാന്ത് റിട്ടയർഡ് ആകാൻ പോകുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. കമൽഹാസൻ റിട്ടയർഡ് ആകാൻ പോകുന്നു, വിജയ് CM ആയി, അജിത്ത് റേസിങ്ങിൻ്റെ പുറകെ പോകുന്നു, റേസിങ്ങിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈമാണ് ഇപ്പോൾ സിനിമ. സൂര്യയ്ക്ക് നല്ല ചാൻസാണ്, ഹെവി ചാൻസാണ്. എന്ന് വെച്ച് വിജയ് ഫാൻസിനെ അജിത്ത് ഫാൻസിനെ പോയി ചൊറിയാൻ നിൽക്കരുത്. അവന്മാർ ഉറപ്പാണ് തീക്കനലെടുത്ത് വെച്ച് ചൊറിയുന്ന പോലെ ആയിപ്പോവും. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പോയി ഫാൻസ് പോയി എന്നൊന്നും വിചാരിക്കില്ല. അങ്ങേരുടെ ഫാൻസ് ഇപ്പോഴും അങ്ങേരുടെ കൂടെ പോയതുകൊണ്ടാണ് അങ്ങേര് CM ആയത്. അതുകൊണ്ട് അങ്ങേരുടെ ഫാൻസൊന്നും അങ്ങനെ പോകുകയല്ല. വിജയ് ഫാൻസിനെ ചൊറിയരുത്. ചൊറിയുമ്പോൾ അടുത്ത പടം തൊട്ട് നല്ല ഇരട്ടിക്ക് കിട്ടും തിരിച്ച്. പണ്ടൊന്ന് ചൊറിഞ്ഞതാണ്, 5ാം ടൈം തൊട്ട് സൂര്യ ഇങ്ങനെ ഡൗൺ ആയി പോയത്. നല്ല ഡീഗ്രേഡിംഗ് ആണ് അജിത്ത് ഫാൻസും വിജയ് ഫാൻസും കൂടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. തലാതളപതി ഫാൻസ് കട്ട ഡീഗ്രേഡിംഗ് ആയിരുന്നു സൂര്യയുടെ എല്ലാ പടങ്ങളെ. അതിന് കാരണം ഉണ്ടാക്കി കൊടുത്തത് സൂര്യ ഫാൻസാണ്. ഇവരുടെ രണ്ടുപേരും ഡൗൺഫാൾ സമയത്ത് സൂര്യനെ കൊണ്ടുപോയി ഇവരുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. സൂര്യ ഒരു സ്റ്റാറാണ്, ഓക്കെയാണ്. സൂര്യ അതിനേക്കാൾ ഉപരി ഒരു ആക്ടറാണ്, ആ ഒരു ലീഗ് നിൽക്കുന്ന നടനാണ്. അജിത്ത് വിജയ് എന്ന് പറയുന്ന സ്റ്റാർസാണ്, സൂപ്പർ സ്റ്റാർസാണ്. സ്റ്റാറുടെ ഇങ്ങനെ കൈ കൊണ്ട് നടക്കുന്നവരാണ്. അവരെ പോയി വെല്ലുവിളിക്കാൻ പോകരുത്. ഇനിയിപ്പോൾ ഒരു 5 വർഷം വിജയ് അഭിനയിക്കുന്നില്ല എന്ന് വിചാരിക്കും. സൂര്യയുടെ പീക്ക് സ്റ്റാറിനെ ഉണ്ടാക്കി. ആ സമയത്ത് വിജയ് ഒരു സിനിമ ഒന്നും ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ റെക്കോർഡും അങ്ങേരുടെ കാൽച്ചുവട്ടിലേക്ക് വീണ്ടും പോയിരിക്കും. അങ്ങനെ എല്ലാ റെക്കോർഡും സ്വന്തമാക്കി വെച്ചേക്കുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ്റെ ഫാൻസിനെ സ്റ്റാർഡം, സൂപ്പർ സ്റ്റാർഡം, ബുക്കിംഗ്, ബോക്സ് ഓഫീസ്, സ്റ്റാർ പവർ, സ്റ്റാർ ക്രൈസ്, ഇതൊന്നും പറഞ്ഞ് വരരുതിനി. സോ സൂര്യ ഫാൻസ് കൊണ്ടാടുക, സെലിബ്രേറ്റ് ചെയ്യുക. നല്ല സിനിമയാണ്, നല്ല തിയേറ്ററിക്കൽ സ്റ്റഫാണ്. അത് OTTക്ക് ഒരിക്കലും സൂചിക്കത്തില്ല. കാണാത്ത സൂര്യ ഫാൻസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, വിജയനെയും അജിത്തിനെയും കളിയാക്കിയിട്ടുണ്ട്. പാണ്ടിപ്പടം ചെയ്യുന്നു, പാണ്ടിപ്പടം രക്ഷകൻ പടം ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇതും അത് തന്നെയാണ്. നിങ്ങൾക്കും അണ്ണന് തിരിച്ചു വരാൻ, അല്ല നിങ്ങളുടെ അണ്ണനും തിരിച്ചു വരാൻ ആ ഒരു പാണ്ടിപ്പടം, ആ ഒരു രക്ഷകൻ പടം, ആ ഒരു ദൈവ ഗോഡ് മോഡ് പടം തന്നെ വേണ്ടി വന്നു. ഇതാണ് കാലം തെളിയിച്ചു. ഒരു സ്റ്റാർ പവറിലേക്ക് എത്താൻ എന്താണ് സംഭവം വേണ്ടത്, അത് സൂര്യ ഇപ്പോൾ പ്രയോജനപ്പെടുത്തി. സൂര്യ ഫാൻസ് ഒന്ന് മനസ്സിലാക്കുക, ഒരു സ്റ്റാറായിട്ട് നിൽക്കണമെങ്കിൽ ഇതേപോലുള്ള സിനിമകൾ കുറച്ചുകൂടി വൃത്തിക്ക് ചെയ്യണം, എങ്കിലേ നിൽക്കാൻ പറ്റൂ. സൂര്യൻ്റെ 2ാമത് ഇതേപോലത്തെ ഒരു പടം ഇറക്കി നോക്കട്ടെ, ഫാൻസ് പോലും പോയി കാണിയല്ല, ഒരു സംശയമില്ല. പക്ഷേ വിജയ് അജിത്തൊക്കെ എത്ര ഇറക്കിയാലും ഫാൻസുകാർ പോയി കാണും. അതാണ് സ്റ്റാർ പവർ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂര്യയുടെ കറുപ്പ് സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ അഭിപ്രായം, കണ്ടില്ലെങ്കിൽ മാസ് ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ചാണ്. OTT കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയാം. അത് സൂര്യ ഫാൻസ് ആണെങ്കിലും കുറ്റം പറഞ്ഞു പോകും. തിയേറ്ററിൽ പോയി കാണുക. ബൈ.